അറേബ്യൻ രാജ്യങ്ങളെ ആക്രമിക്കുന്നതിന് പിന്നിൽ മൊസാദ് സംഘം പ്രവർത്തിക്കുന്നതായിട്ടുള്ള സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസത്തോടെ അത് ഏറെക്കുറെ അറേബ്യൻ രാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളിൽ നിന്ന് സൗദി, ഖത്തർ, ബഹ്റൈൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം മൊസാദ് ഏജൻറ്റുമാരെ പിടികൂടിയ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാൻ ഔദ്യോഗികമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങളെ ആക്രമിക്കില്ലെന്ന രാജ്യത്തിൻ്റെ നിലപാട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത്. നിങ്ങളുടെ രാജ്യത്തെ അമേരിക്കൻ സൈനിക ബേസിൽ നിന്ന് ഞങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവാത്തിടത്തോളം കാലം നിങ്ങൾ തിരിച്ച് ആക്രമിക്കില്ല എന്നുള്ളതാണ് ഇറാൻ്റെ പ്രസിഡന്റ് പറഞ്ഞു വെച്ചത്. അതിനുശേഷം ഇറാൻ്റെ പാർലമെൻറ്റ് അതിന് ഔദ്യോഗികപരമായിരിക്കുന്ന അംഗീകാരം നൽകി. അതോടുകൂടി രാജ്യത്തിൻ്റെ നിലപാടായിട്ട് അത് വന്നതോടെ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് പോയിരിക്കുന്ന വിമാന സർവീസ് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ദുബായിയാണ് ആദ്യമായിട്ട് ആ കാര്യം പറഞ്ഞത്. ഞങ്ങളുടെ വിമാന സർവീസ് ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കും എന്ന തരത്തിൽ. ആ സർവീസുകളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീണ്ടും UAE, ഖത്തർ, ബഹ്റൈൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണമുണ്ടായി. ഇതോടുകൂടിയാണ് ആ സംശയം ബലപ്പെട്ടത്. ഇതിന് മുൻപ് തന്നെ അത് കൃത്യമായ രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യം ഇറാൻ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായിരിക്കുന്ന കാര്യമാണ്. തങ്ങൾ എല്ലാ രാജ്യത്തിലെ സൈനിക ബേസിനെയും അല്ലെങ്കിൽ എല്ലാ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെയും ആക്രമിക്കുക എന്നത് ഞങ്ങളുടെ നയമല്ല. ഞങ്ങൾ അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം മാത്രമാണ് നടത്തുക. അത് മാത്രമേ നടത്തിയിട്ടുള്ളൂ. എന്നാൽ അസർബൈജാൻ ആക്രമിച്ചത്, തുർക്കി ആക്രമിച്ചതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കാളിത്തവുമില്ല. ഇത് ഏറെക്കുറെ തുർക്കിക്കും വിശ്വാസമാണ്. അങ്ങനെ തുർക്കി ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച സമയത്തും ഇതിൻ്റെ പിന്നിൽ മറ്റാരോ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പല ഘട്ടങ്ങളിലും പല രീതിയിലും നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് നടക്കുന്ന രീതിയിലുള്ള ഒരു വൈകാരികമായിരിക്കുന്ന ഇടപെടലുകൾ, അതായത് ഒളിഞ്ഞു നിന്ന് ആക്രമിക്കുക, ഒളിഞ്ഞു നിന്ന് കല്ലെടുത്തെറിയുക എന്നൊക്കെ പറയേണ്ടത് പൊതുപരിപാടിയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ അതേ പാർട്ടിക്കാരെ എറിയും. ആ പാർട്ടിക്കാർക്ക് വലിയ മുറിവേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർ സജീവമായിട്ട് പാർട്ടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ചില കുരുട്ട് ബുദ്ധികളൊക്കെ പ്രയോഗിക്കാറുണ്ട്. അത്തരം രാജ്യതലത്തിൽ പ്രയോഗിക്കുന്ന വിഭാഗമാണ് മൊസാദ് എന്ന് പറയുന്നത്. മൊസാദിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്ന സമയത്ത് അവർക്ക് ലക്ഷ്യമാണ് പ്രധാനം, മാർഗം അവർക്ക് പ്രധാനമേ അല്ല. ഏത് മാർഗം അവർ സ്വീകരിക്കും. ശരി തെറ്റ് എന്നോ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും പ്രയാസം, ബുദ്ധിമുട്ടോ, സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. ഇപ്പോൾ ഇറാനിൽ തന്നെ ഫസ്റ്റ് തുടങ്ങിയ യുദ്ധത്തോടനുബന്ധിച്ച് ഒരു സ്കൂൾ കെട്ടിടം അപ്പാടെ തകർത്തു. 165ഓളം കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് 7 മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ നേരെ ആക്രമണം നടത്തി ഇത്രയും കുട്ടികൾ കൊല്ലപ്പെട്ടതിന് ശേഷം അമേരിക്കയുടെ ഭാഗത്തുനിന്നോ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും ഒരു ഖേദപ്രകടനം പോലും കേൾക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതൊരു ന്യായപരമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. ഇസ്രായേലല്ല അത് ആക്രമണം നടത്തിയത്, അമേരിക്കയാണ് എന്ന് പിന്നീട് ചില സ്ഥിരീകരണ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇസ്രായേലാണെങ്കിലും അവരത് ന്യായീകരിക്കില്ല എന്നുറപ്പാണ്. ഇവിടെ ഈ ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനായിയെ ഇസ്രായേൽ കൊലപ്പെടുത്തി, ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ. എന്നിട്ട് നോക്കൂ, ലോകാടിസ്ഥാനത്തിൽ എത്ര രാജ്യങ്ങൾ അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളത്. അനുശോചനം രേഖപ്പെടുത്തിയ എത്ര രാജ്യം? വളരെ കുറവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലിനും പേടിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് ലോകം മാറിയിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടത്. ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം. അപ്പോൾ ഈ ഒരു യുദ്ധം പോലെയുള്ള സംവിധാനം ഉണ്ടാവുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ നിലനിൽക്കുന്നത് ഫലസ്തീൻ്റെ ഭൂമികയിലാണ്. അവർ അതിനുശേഷം രാജ്യമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ബ്രിട്ടനാണ് ആ പ്രഖ്യാപനം. ബ്രിട്ടൻ്റെ അനുവാദത്തോട് കൂടിയിട്ടാണെന്ന് പ്രഖ്യാപനം നടത്തിയത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിച്ചു കൊടുത്തത് ബ്രിട്ടനാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. നമ്മൾ പല വീഡിയോയിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഏറ്റവും മോശപ്പെട്ട പ്രയോഗങ്ങൾ നടത്തിയിട്ട് അവരുടെ ഭൂമികയും അവരുടെ ജനങ്ങളും അവരുടെ സംവിധാനങ്ങളെയും ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഇസ്രായേൽ പ്രയോഗിച്ചു വരുന്ന ഒരു തന്ത്രമാണ്, ഒരു ബുദ്ധിയാണ്. അതിന് ഇരയാകുന്നത് ഫലസ്തീനുകളാണ്. യഥാർത്ഥ അവകാശികൾ അതിന് ഇരയാകുന്നു. അതിൻ്റെ തുടർ ചലനങ്ങളാണ് പല ഘട്ടങ്ങളിലും ലോകം കണ്ടുവരുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി നമ്മൾ പറയുന്ന സമയത്ത് പല സംശയങ്ങളും, അതായത് ആരാംകോ ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല, ആരാംകോ ആക്രമിക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് ഇറാൻ ഇതിന് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ സൗദി അറേബ്യക്ക് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംശയമായി. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇറാൻ ഒരിക്കലും ആരാംകോ കേന്ദ്രം ആക്രമിക്കില്ല എന്നുള്ളത് സൗദി അറേബ്യക്കും അറിയാം. മാത്രമല്ല, ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആക്രമിച്ചിട്ടുണ്ടെന്ന് അവർ പറയുകയും ചെയ്യും. അവർ പറയാതിരിക്കുന്ന സമയത്ത്
അതിന് പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2 പേരോ അല്ലെങ്കിൽ 2 കൂടുതലോ മൊസാദ് സംഘത്തെ അറസ്റ്റ് ചെയ്ത റിപ്പോർട്ട് പുറത്ത് വന്നു. അപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ടായിരിക്കില്ല യഥാർത്ഥത്തിൽ നടന്നിരിക്കുക. 2 എന്ന് പറഞ്ഞാൽ 10ഓ 20ഓ പേരൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. വലിയ പണം നൽകിയിട്ടും വലിയ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടും സ്വപ്നതുല്യമായിരിക്കുന്ന സഹായങ്ങളാണ് ഏജൻറ്റുമാരായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് നൽകുക. അപ്പോൾ ഏജൻറ്റുമാരെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തുള്ള ആളുകളെ അവർ വിസ കൊടുത്തിട്ട് സൗദി അറേബ്യയിലേക്കോ മറ്റേതെങ്കിലും രാജ്യത്തിലേക്കോ പറഞ്ഞയച്ചുകൊണ്ട് ഒറ്റ ചെയ്യുന്ന പ്രവർത്തനം നടത്തുക എന്നുള്ളതല്ല. അതാത് രാജ്യത്തുള്ള പൗരന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അവരിലേക്ക് സ്വാധീനം ചെലുത്തിക്കൊണ്ട് അവർക്ക് താല്പര്യമുള്ള അവർക്ക് ആഗ്രഹമുള്ള എന്ത് കാര്യമാണോ അത് സാധിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. പിടിക്കപ്പെടുന്നവർ പലതും ആ നാട്ടുകാരാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇറാനിൽ നിന്ന് ഇപ്പോൾ പിടികൂടിയതിൽ പല ആൾക്കാരും ഇറാനികളാണ്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഈ ഇസ്രായേൽ ഇതിനെ തന്ത്രം മെനയുന്നത്. താല്പര്യം ഒരാൾക്ക് ഒരു കോടി രൂപ വേണമെങ്കിൽ 1 കോടി രൂപയിൽ കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാജ്യത്ത് ഒറ്റ കൊടുക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടാവുകയും ചെയ്തു. പിടികൂടിയിട്ടില്ലെങ്കിൽ അവർക്ക് ലൈഫ് ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കാൻ വേണ്ടി സാധിക്കും. പിടികൂടാതെ ഇരിക്കാനുള്ള എല്ലാ സഹായങ്ങളും ഇസ്രായേൽ ചെയ്യുമെന്ന് അവർ പറയുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് ആയത്തുള്ള അലി ഖംനായിയെ വധിച്ചതിന് പിന്നിൽ വധിച്ചത് ഇസ്രായേലാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ അതും ഒറ്റാണ് എന്ന് ഇപ്പോൾ ഏറെക്കുറെ തെളിഞ്ഞിരിക്കുകയാണ്. വളരെ കൃത്യതയോടുകൂടി അദ്ദേഹം വരുന്നതും പോകുന്നതും നിൽക്കുന്നതും അദ്ദേഹം ഏത് സമയത്ത് വരും, എപ്പോൾ ആണ് തിരിച്ചു പോവുക എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യതയോട് കൂടിയിട്ട് ബിൽഡിങ്ങിൻ്റെ പേര് പോലും പറയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഹമാസിൻ്റെ നേതാവായിരിക്കുന്ന ഇസ്മായിൽ ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ടത് അത് ഒറ്റയായിരുന്നു, വളരെ കൃത്യതയോടുകൂടി പറഞ്ഞതാണ്. ഇനി ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ തലവനായിരിക്കുന്ന ഹസൻ നസ്രുള്ള അടക്കമുള്ള സംഘത്തെ കൊലപ്പെടുത്തിയത് ഒറ്റയായിരുന്നു, വളരെ കൃത്യതയോടുകൂടി പുറത്ത് വന്നിട്ടുണ്ട് ആ വിവരങ്ങളൊക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ മിടുക്കുള്ള രാജ്യമാണ്, മിടുക്കുള്ള വിഭാഗമാണ് മൊസാദ് എന്ന് പറയുന്നത്. അവരാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് കയറുക, അതല്ലെങ്കിൽ ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തലങ്ങും വിലങ്ങും പ്രവർത്തനങ്ങൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലാണ് എന്നുള്ളത് ഏറെക്കുറെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കൂടിയാണ് ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞതിന് ശേഷം തന്നെ അറബ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം വരുന്ന സമയത്തൊന്നും ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് പ്രതികരിക്കാതെ, ഈ സൗദി അറേബ്യയൊക്കെ വലിയ സൈനിക ശക്തിയും സൈനിക ബലമുള്ള രാജ്യമാണ്. അവർ പോലും പ്രതികരിക്കാത്തതിൻ്റെ കാരണം ഇതിൽ സംശയം അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് സംശയം ഉണ്ടാവാൻ നേർക്കുനേരെ കൃത്യമായ രീതിയിൽ ആക്രമിച്ച ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഖത്തറിനെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ചെയ്യില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഖത്തറിനെ ആക്രമിച്ചതോട് കൂടിയിട്ടാണ് അറേബ്യൻ രാജ്യങ്ങൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടത്, ഇസ്രായേലിനെ വിശ്വസിക്കാൻ പറ്റില്ല, അവർ ചതിക്കുമെന്നുള്ളത്. അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റില്ല, അവർ ചതിക്കുമെന്നുള്ളത്. അതിന് ശേഷമുള്ള മാനസികപരമായിരിക്കുന്ന അകൽച്ച അറബ് രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പരസ്യമായി ചെയ്യുന്ന വിഭാഗത്തിന് എന്തുകൊണ്ട് രഹസ്യമായി ചെയ്യാതെ വേണ്ടി പറ്റും? അപ്പോൾ ഏറ്റവും വലിയ സൗഹൃദം ഇസ്രായേലും UAEയും തമ്മിലുണ്ട്. ആ UAE പോലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. അപ്പോൾ സൗഹൃദം ഉണ്ട് എന്നുള്ളതൊന്നുമല്ല, ഒരു കൃത്യമായിരിക്കുന്ന ഒരു അജണ്ട, ആ അജണ്ടക്കനുസരിച്ച് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറബ് രാജ്യങ്ങൾ സാമ്പത്തികപരമായിരിക്കുന്ന ഉയർച്ച, വലിയ വലിയ നിർമ്മിതികൾ, ഇതൊന്നും അത്ര തൃപ്തിയല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും എല്ലാം കൊണ്ടും ശക്തിയുള്ള രാജ്യം തങ്ങളായി